ആരോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് എറണാകുളം എടപ്പള്ളിയിലെ ഫ്യൂച്ചറേസ് ഹോസ്പിറ്റലാണ്. അതൊരു സർജിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, ഒരു ബുട്ടീക് ഹോസ്പിറ്റലാണ്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റീസിനും പിന്നെ ഫോറിനേഴ്സിനൊക്കെ ഫോക്കസ് ചെയ്തിട്ട് തുടങ്ങിയിരിക്കുന്നത് 20 ബെഡാണ്. പക്ഷെ മോസ്റ്റ്ലി അവിടെ സർജറീസ് ആണ് നടക്കുക. എനിക്ക് അവിടെ ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റേൺഷിപ്പിന് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് അവിടുത്തെ MRD ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അവിടെ നേഴ്സുമാരാ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവരെന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരോണിന്റെ ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം ആരോണിന് നമുക്ക് ഒരു കൺസെന്റ് ഫോം, എന്തിനാണ് ഒരു കൺസെന്റ് ഫോം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു മെഡിക്കൽ ഫയൽ റെക്കോർഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ടീച്ചേഴ്സ് നല്ല വൃത്തിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടാവും പണി ചെയ്യുമ്പോഴത്തേക്കും. അപ്പം സുബിമാനൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഓരോ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാംസ് ആകുമ്പോഴത്തേക്കും എക്സ്പെക്ടേഷന്റെ കാര്യങ്ങളും നമുക്ക് എലോസ് നോക്കുന്ന കാര്യങ്ങളും എനിക്ക് ഈ മാത്സ് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. ഇപ്പൊ ഇസ്ലാമിനെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഇന്നും അതൊരു ഡൗട്ടാണ്. എക്സാമിന്റെ സമയത്ത് ലാസ്റ്റ് മൊമെന്റ് ഞാൻ ഒന്നുകൂടെ നോക്കി പോയിട്ട് അത് എഴുതിയത്. പക്ഷെ എല്ലാ മാസാവസാനവും ഞാൻ ഇസ്ലാമിനെ കൊടുക്കും. കാരണം ഇന്നും എനിക്ക് എലോസ് നോക്കാനുണ്ടാവും.